മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്കിന് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻ്റ് ഒന്ന് ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് 50 കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ വണ്ടി ഓടുന്നില്ല എന്നുള്ള രീതിയിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. നമുക്ക് കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്കത് ബ്രേക്ക് ക്യാമും കൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം റീസെറ്റ് ആക്കാം കേട്ടോ. ബ്രേക്ക് ക്യാമ് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. അതേപോലെ തന്നെ ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ നമുക്കതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് ഒരു ടൈറ്റ് ഫീൽ ചെയ്യുന്ന കേസ്. അപ്പോൾ ആ കേബിൾ നമുക്കൊന്ന് മാറ്റണം. പിന്നെ വണ്ടി മെയിനായിട്ട് 50 കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ ഓടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ വണ്ടി ഓൾറെഡി ഈ ചോക്ക് കംപ്ലയിൻ്റ് ആയിട്ട്, കേബിൾ കംപ്ലയിൻ്റ് ആയിട്ട് ചോക്ക് വലിഞ്ഞിരിക്കുകയായിരുന്നു. ഇതേപോലെ ജാമായിട്ട് നിൽക്കുക. ഇതുണ്ട്, അങ്ങനെ ജാമായിട്ട് നിൽക്കുന്ന സമയത്ത് കേബിൾ ഇവിടെയും ചെളിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ കേബിൾ എന്തെങ്കിലും മാറ്റണം. അതിനുശേഷം നമുക്ക് ഈ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കതൊന്ന് റീസെറ്റ് ചെയ്യാനായിട്ട്. കാരണം ചോക്ക് ആയി നിൽക്കുമ്പോൾ പെട്രോള് കൂടുതലും എയർ സർക്കുലേഷൻ കുറവാണ് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് വണ്ടി കൃത്യമായിട്ടാണ് ഫയറിങ് നടക്കാത്തൊരു കണ്ടീഷൻ വരാം കേട്ടോ. അതുകൊണ്ടാണ് ആ പ്രോബ്ലം കാണിച്ചത്. അപ്പോൾ അത് വിടിയിച്ചിട്ട് ഓടിച്ച് നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഇല്ല. അത് ചോക്കിൻ്റെ കേബിൾ നമ്മൾ വിടിയിച്ചിട്ട് സാധാരണ രീതിയിലാക്കി ഓടിക്കുമ്പോൾ കംപ്ലയിൻറ്റ് കാണുന്നില്ല. അപ്പോൾ നിലവിൽ ആ ചോക്ക് ലോഡായതാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള കാരണം. അപ്പം നിലവിൽ നമുക്ക് അതിൻ്റെ ചോക്ക് കേബിൾ, ബ്രേക്കിൻ്റെ കേബിൾ, ബ്രേക്ക് ക്ലീനിങ് ഒക്കെ ഉൾപ്പെടുത്തി ഞാനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ. വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരമാവധി നമുക്ക് നേരത്തെ അറേഞ്ച് ചെയ്യാം. ഓക്കെ.